Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Wa man tabi'ahum bi ihsanin ila yawmiddin. In uridu lil islaha mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഖ്വ പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് പശ്ചാത്താപം, തൗബ എന്നതിനെക്കുറിച്ചാണ്. തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. അതായത് നമ്മൾ തഖ്വയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചൊരു സംഗതിയാണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതത്തെയാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം എന്ന് പറയുന്നത് എന്ന് സൂചിപ്പിച്ചു. അതായത് ഒരു മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ ഒരു പാതയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ ശരീരത്തിലോ ഒരു തരത്തിലുള്ള ചെളിയോ കറയോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉപദ്രവങ്ങളോ സംഭവിക്കാതെ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നതാണ് തഖ്വ എന്നതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ഒരു വഴിയിലൂടെ അത്തരം സൂക്ഷിച്ച് നടക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നാം അറിഞ്ഞോ അറിയാതെയോ ഇത്തരം മുള്ളുകളും കല്ലുകളും ഒക്കെ നമ്മുടെ മേൽ തറയ്ക്കുക തന്നെ ചെയ്യും. അത് അനിവാര്യമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ബനി ആദമ ഖത്താഊൻ. എല്ലാ ആദം സന്തതികളും തെറ്റ് ചെയ്യുന്നവരാണ്. അതായത് നമുക്ക് പാപങ്ങൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള ഒരു സംഗതിയാണ്. എന്നാൽ ആ പാപങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നത്, വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ. ഈ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ, ഏറ്റവും നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അതായത് തെറ്റ് സംഭവിക്കാത്തവരല്ല വിശ്വാസികളായിട്ടുള്ള ആളുകൾ, മറിച്ച് നിരന്തരമായി ചിലപ്പോൾ തെറ്റ് സംഭവിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ആ തെറ്റ് ഒഴിവാക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും കഴുകിക്കളയുന്നതിനെക്കുറിച്ചാണ് തൗബ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഗുണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. അതായത് നമ്മൾ തഖ്വ പാലിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ നമ്മളായിരിക്കുന്നു. തെറ്റ് ചെയ്യുമ്പോൾ ആ ഇഷ്ടത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു, നമ്മളൊരു ചെറിയ രൂപത്തിൽ അകന്നു പോകുന്നു. പക്ഷേ തൗബ ചെയ്യുമ്പോൾ വീണ്ടും ആ ഇഷ്ടത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഇഷ്ടകരമായ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം വർദ്ധിക്കുക തന്നെ ചെയ്യും, അവൻ്റെ സ്നേഹം കൂടുക തന്നെ ചെയ്യും. നാം പാപം ചെയ്യാതിരിക്കാനല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്, മറിച്ച് പാപങ്ങളെ എങ്ങനെ ശരിയായി നേരിടണം എന്ന് നമുക്കറിയണം, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. തെറ്റ് ചെയ്യുന്നവരും തൗബ ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ചില ആളുകൾ തെറ്റ് ചെയ്യുകയും ആ തെറ്റിൽ തന്നെ നിരന്തരം തുടരുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ആ തെറ്റിനെക്കുറിച്ച് അവർ പറയുന്നത് അത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണെങ്കിൽ കൂടി അവർ പറയുന്നത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൗബ എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ചത്. അതാണ് തൗബ എന്ന വാക്കിൻ്റെ അർത്ഥം മടങ്ങുക എന്നാണ്. നമ്മൾ തെറ്റ് സംഭവിക്കുന്നത് ബോധപൂർവമല്ല, നമ്മൾ കരുതിക്കൂട്ടിയല്ല, എന്ന് മാത്രമല്ല അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുമല്ല, മറിച്ച് നമുക്ക് സംഭവിച്ചു പോകുന്നതാണ്. ഒരു പക്ഷേ ആവർത്തിച്ച് തെറ്റ് വരുമ്പോഴും അത് സംഭവിക്കുക എന്ന ഒരു പ്രോസസ്സിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നത് അത് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആണ് സൂചിപ്പിക്കുന്നത്. തൗബ എന്ന വാക്ക് തന്നെ അങ്ങനെയാണ്, പശ്ചാത്താപം എന്ന് നമ്മൾ ശരിക്കും വാസ്തവത്തിൽ അതിന് പശ്ചാത്താപം എന്ന അർത്ഥം പറയാൻ പാടില്ല, മറിച്ച് അത് മടക്കമാണ്, അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. തെറ്റ് ചെയ്യുമ്പോൾ അകന്നു പോകുന്ന ഒരു വിശ്വാസി തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ പാപിയാവുക എന്നത് മനുഷ്യ സഹജമായ ഗുണമാണെന്ന് പറഞ്ഞു. എന്നാൽ മാപ്പ് നൽകുക എന്നത് അള്ളാഹുവിൻ്റെ ഗുണത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന് മാപ്പ് നൽകാനായിട്ട് അള്ളാഹു കാത്തിരിക്കുകയാണ്. അത് നമ്മൾ മനഃപൂർവ്വം ഒരു പാപം ചെയ്താലും
ആ ചെയ്തു പോയതിൽ നമ്മൾക്ക് ഖേദമുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് അത് ഏറ്റുപറയുകയാണെങ്കിൽ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മൾ മടങ്ങുകയും അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പദവി അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയരുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ യുഹബ്ബു തവ്വാബീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ, അതായത് മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള പാപവും സംഭവിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നതെങ്കിൽ, പാപം ചെയ്യുകയും തുടർന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു. കാരണം അവൻ പുറത്തു കൊടുക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു. എത്ര കാരുണ്യവാനാണ് അള്ളാഹു എന്ന് ആലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു പ്രേരിപ്പിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അത് അള്ളാഹുവിൻ്റെ സഹജമായ ഗുണമാണ് എന്നതും അതവൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതുമാണ്. ഈ ദീനുൽ ഇസ്ലാമിൽ പരാജയം എന്നൊന്നില്ല. അതാണ് അതിൻ്റെ സൗന്ദര്യം. ആ പരാജയത്തിന് പരിഹാരം കാണാതിരുന്നാൽ മാത്രമേ അത് പരാജയമാകൂ. അതായത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ആ തെറ്റ് സംഭവിക്കുമ്പോൾ നമുക്കൊരു വീഴ്ച സംഭവിച്ചു. ആ വീഴ്ചയിൽ നിന്ന് നമ്മൾ കരകയറുമ്പോൾ അതിന് പരിഹാരമാകുന്നു, അത് വിജയമാകുന്നു. പശ്ചാത്തപിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രേരണയുമാക്കി തെറ്റുകളെ നമ്മൾ മാറ്റിയാൽ നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പുറത്താവുകയില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തു പോകുന്ന, എന്നേക്കുമായി പുറത്തു പോകുന്ന ഒരു പാപവുമില്ല. പാപമോചനം തേടുന്നത് നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തണം. എന്ന് പറഞ്ഞാൽ പാപമോചനം ഒരു ഉപരിപ്ലവമായ ഒരു സംഗതിയായിട്ട് നമ്മൾ ചെയ്താൽ പോരാ. മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അതൊരു വെളുത്ത പ്രതലം പോലെയാണ്. അതിലൊരു ചെറിയ കറുത്ത പാട് വരുന്നു. പക്ഷേ ആ കറുത്ത പാട് അപ്പോൾ തന്നെ മായ്ച്ചു കളയുക, എന്നിട്ട് ഹൃദയം മിനുസപ്പെടുത്തുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പശ്ചാത്താപത്തെക്കുറിച്ച് പറഞ്ഞ വളരെ മനോഹരമായൊരു വാചകം ഇതാണ്. അതായത് നമ്മുടെ കർമ്മരേഖകളിൽ ഒരു പാപം ഉണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ ആ പാപം അത് മായ്ച്ചു കളയുക മാത്രമല്ല അള്ളാഹു ചെയ്യുന്നത്, മറിച്ച് അതൊരു പുണ്യമായി മാറ്റപ്പെടുന്നു. സൂറത്ത് അൽ ഫുർഖാനിൽ അള്ളാഹു അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാമൻ താബ വ ആമന അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുകഫിറുല്ലാഹു അൻഹും സയ്യിആതിഹിം വയുബദ്ദിലുല്ലാഹു ഹസനാത്ത്. അതായത് അള്ളാഹു അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം, അവരുടെ തെറ്റുകളെ അള്ളാഹു മാറ്റിമറിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അത് പകരം അതിനെ നന്മയായി രേഖപ്പെടുത്തുന്നു. ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അവിടെയാണ് ഈ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമാകുന്നത്. പശ്ചാത്താപം നമ്മൾ നിർവഹിക്കുമ്പോൾ, തൗബ നമ്മൾ നിർവഹിക്കുമ്പോൾ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങുന്നു എന്ന് മാത്രമല്ല, അതിനു മുമ്പ് അള്ളാഹുവിനോട് നമുക്ക് എത്ര ഇഷ്ടമുണ്ടായിരുന്നുവോ അതിനേക്കാളും ഇഷ്ടം അള്ളാഹുവിന് നമ്മളോട് ഉണ്ടാകുന്നു എന്നതാണ്. നാം അവന് കൂടുതൽ പ്രിയപ്പെട്ടവരായി മാറുന്നു. വാസ്തവത്തിൽ നോക്കൂ, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് സ്വതന്ത്രരായിട്ടാണ്. പാപം ചെയ്യാനും തെറ്റുകൾ ചെയ്യാനും ഒക്കെയുള്ള അങ്ങനത്തെ ഒരു പ്രകൃതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിന് നമുക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ വീണ്ടും അതിൽ നിന്ന് മുക്തി നേടാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്ക് സാധിക്കും. എന്നാൽ മലക്കുകളുടെ അവസ്ഥ വേറെയാണ്. അവരൊരിക്കലും പാപം ചെയ്യുകയില്ല. പാപരഹിതരാണ് മലക്കുകൾ. അതുകൊണ്ട് തന്നെ പശ്ചാത്തപിക്കുന്ന മനുഷ്യർ മലക്കുകളെക്കാൾ ഉയരത്തിലെത്തുന്ന മനുഷ്യരാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം ഈ ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് 2 പ്രവാചകന്മാരുടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതായത് ആദം നബി അലൈഹി ഇസ്ലാമയുടെ വീഴ്ച കണ്ടപ്പോൾ ശൈത്താൻ സന്തോഷിച്ചു. എന്നാൽ ഒരു സമുദ്രത്തിലേക്ക് താഴെ ഇറങ്ങി സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി മുത്തുകൾ ശേഖരിച്ച് തിരിച്ചു വരുന്ന ഒരാളെ പോലെ ആദം നബി അലൈഹി സ്വലാം ആ തെറ്റിൽ നിന്ന് മുക്തനാകുന്നത് ആ പിശാചിന് തിരിച്ചറിയാൻ സാധിച്ചില്ല. കാരണം ആദം നബി അലൈഹി സ്വലാം തെറ്റിൻ്റെ പേരിൽ ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടും അദ്ദേഹം ആ പശ്ചാത്താപത്തിന് ശേഷം അള്ളാഹുവിനോട് റബ്ബനാ ലലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന
വാചകങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം പശ്ചാത്തപിച്ചിട്ട് മുൻപന്നത്തെക്കാളും ഉത്തമനായിട്ട് അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായ ആദം നബി അലൈഹി സ്വലാം മാറി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലായിരുന്നപ്പോഴേക്കാൾ ഉള്ളതിനെ അതിനേക്കാൾ ഉയർന്ന പദവി അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിച്ചു. അതുപോലെ തന്നെ നോക്കൂ, യൂനുസ് നബി അലൈഹി സ്വലാം, ഇബ്നുൽ ഖയ്യിം പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രവാചകൻ യൂനുസ് നബി അലൈഹി സ്വലാമയെ കുറിച്ചാണ്. തിമിംഗലത്തിൻ്റെ വയറ്റിൽ അകപ്പെടുന്നതിന് മുമ്പുള്ളതിനേക്കാൾ നല്ല അവസ്ഥയിൽ അദ്ദേഹം അതിനുശേഷം മാറി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടതിന് ശേഷം അള്ളാഹു പറഞ്ഞത് ഇജ്തബാഹു സുമ്മ ജ്തബാഹു, അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം സദ്വൃത്തറിൽ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തു എന്നതാണ്. എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പുണ്യങ്ങളായി മാറുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ പദവി ഉയരുന്നു. നമ്മൾ നോക്കൂ, നമ്മുടെ ഭൂതകാലവും വർത്തമാനവും ഭാവി കാലവും ഒക്കെ സൃഷ്ടിച്ച ഒരു രക്ഷിതാവ് നമുക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞുപോയ കാലത്ത് എന്ത് തെറ്റ് ചെയ്തു എന്നത് പ്രസക്തമല്ല, മറിച്ച് ആ കഴിഞ്ഞുപോയ കാലത്തെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഇപ്പോൾ എങ്ങനെ പരിശ്രമിക്കുന്നു എന്നതാണ് നമ്മളിൽ നിന്ന് അള്ളാഹു പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി അവൻ വാഗ്ദാനം ചെയ്യുന്നു. അത് നമ്മെ അവനിലേക്ക് നയിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്ത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പശ്ചാത്താപികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.